കല്യാണം കഴിക്കലോടുകൂടി ഉമ്മാനോടും ബന്ധം വേണ്ട, ഇത്താത്തനോടും ബന്ധം വേണ്ട എന്ന ലിബറൽ ആലോചന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ നമുക്കുണ്ടാവരുത്. താത്തയെ പൊന്നുപോലെ നോക്കണം. എവിടെ എന്ത് ഗിഫ്റ്റ് സ്വതക്ക കൊടുക്കുമ്പോഴും ആദ്യം പെങ്ങളെ പരിഗണിക്കണം. പ്രത്യേകിച്ച് പെങ്ങളുടെ ഭർത്താവിന് സാമ്പത്തിക ശേഷി കുറവുണ്ടെങ്കിൽ അവരെ ചേർത്തു പിടിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. സ്വാലിഹായി ജീവിച്ച ഒരു മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അയാളെ പിന്നീട് സ്വപ്നത്തിൽ കണ്ട ഒരാൾ എന്താ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ബേജാറാ പറയണത്, വിഷമം. എന്തേ കാരണം? എൻ്റെ പെങ്ങൾ എൻ്റെ അടുത്തുനിന്ന് പല രീതിയിലുള്ള സ്നേഹം പ്രതീക്ഷിച്ചിരുന്നു, അതൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അള്ളാന്റെ അടുത്തുനിന്ന് ഞാൻ പ്രതീക്ഷിച്ച സ്നേഹം കിട്ടുന്നില്ല. നമ്മളെ സ്നേഹം പ്രതീക്ഷിച്ചവരായിരിക്കും നമ്മുടെ പെങ്ങന്മാർ. അവരെ പരിഗണിക്കണം, അവരെ പരിഗണിക്കണം. അനുജനെയും അനുജത്തിനെ ഒക്കെ മക്കളെ നോക്കണ പോലെ നോക്കണം എന്നാ. ഓൻ്റെ കാര്യം ഞാൻ എന്തിനാ നോക്കുന്നത്? ഓനോട് പലതവണ ഞാൻ ആ ഷോപ്പ് തുടങ്ങണ്ട എന്ന് പറഞ്ഞല്ലേ, പൊട്ടിയില്ലേ, എൻ്റെ അടുത്തേക്ക് വരുമെന്ന് എനിക്കറിയാം, ഞാൻ നോക്കൂല. അങ്ങനെ ഏതെങ്കിലും ഒരു ഉപ്പ പറയോ? ഇല്ല. അപ്പോൾ ജ്യേഷ്ഠനും പറയരുത്. ജ്യേഷ്ഠൻ എപ്പോഴും അനുജനെ അനുജത്തിയെ ഉപ്പ കാണുന്ന പോലെ അങ്ങനെയാ കാണേണ്ടത്. ഉപ്പ മക്കളെ കാണുന്ന പോലെ കാണണം, അങ്ങനെയാ കാണേണ്ടത്. ഇനി ജ്യേഷ്ഠത്തിയെ ജ്യേഷ്ഠൻ എങ്ങനെ കാണണം? ഉമ്മാനി ഉപ്പാനിയും കാണുന്ന പോലെ കാണണം.